ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. കാരണം ഞാൻ കുറേ കാലം കാത്തിരുന്ന് കയ്യിൽ കിട്ടിയ കുറച്ച് ഐറ്റംസിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ച് എന്താ പറയുക, എന്തെങ്കിലും സാധനം ഞാൻ ഓർഡർ ചെയ്ത് കഴിഞ്ഞാലും അത് ഡെലിവേർഡ് ആയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഡെലിവേർഡ് ആയിട്ട് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ടൊരു അസ്വസ്ഥതയാണ്. പിന്നെ ഞാൻ എൻ്റെ പണ്ടും കണ്ടുള്ളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ സിസ്റ്റർ ഇൻ ലോ ലണ്ടനിൽ നിന്ന് നാട്ടിലേക്ക് വരുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാനിതൊക്കെ ഓർഡർ ചെയ്തതായിരുന്നു എന്നൊക്കെ ഉള്ളത്. പക്ഷെ ആൾ പ്ലാനൊക്കെ ചേഞ്ച് ചെയ്ത് അവസാനം വന്നില്ല. അപ്പോഴാണ് ഞാൻ കാത്തിരിപ്പിൻ്റെ വിഷമം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയത്. കാരണം അതവിടെ ഡെലിവേർഡ് ആയും ചെയ്തു. പിന്നെ ഞാനത് അൺബോക്സ് ചെയ്യാൻ ആരെയും സമ്മതിച്ചിട്ടില്ലായിരുന്നു. കാരണം എനിക്ക് തന്നെ അൺബോക്സ് ചെയ്യണം എന്നുള്ളൊരു ഇതൊക്കെ വെച്ചിട്ടായിരുന്നു. പക്ഷെ പിന്നെ നാട്ടിലെത്തിയപ്പോൾ ഒക്കെ അൺബോക്സ് ചെയ്തിട്ടായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു 6-7 മാസം കവറൊന്നും പൊട്ടിക്കാണ്ട് ഞങ്ങളുടെ റൂമിൽ അങ്ങനെ ഇരിക്കുകയായിരുന്നു. എന്തായാലും ഫൈനലി നാട്ടിലേക്ക് എത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ ടിമൂന്ന് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് സാധനങ്ങളുടെ അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എന്നെ പോലെ സ്റ്റേഷനറി ലവേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ സാധനങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നേ വിചാരിക്കുന്നു. അപ്പം നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യുക. പിന്നെ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. കവറൊന്നും പൊട്ടിക്കാത്തത് കൊണ്ട് അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങൾ എങ്ങനെ ആയിരിക്കും എന്നുള്ളതൊക്കെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. പിന്നെ ടിമൂന്നായതുകൊണ്ട് ചിലപ്പോൾ പറ്റിക്കപ്പെടാൻ ചെറിയൊരു ചാൻസ് ഉണ്ട്. സോ ഏതെങ്കിലും ഐറ്റംസ് ഞാൻ പറ്റിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയാനൊക്കെ ഉള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഞാൻ പൊട്ടിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ മുമ്പ് നാട്ടിലേക്ക് വരുന്ന 2-3 പേരുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കയ്യിലൊക്കെ കൊടുത്തയക്കാൻ വേണ്ടി മാക്സിമം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്തായാലും അവരുടെയൊക്കെ കയ്യിൽ കൊടുത്തയച്ച് കിട്ടും എന്നൊക്കെ ഉള്ളത്. പക്ഷേ ആ പ്രതീക്ഷയും പാടെ മൂഞ്ചി കിട്ടി. കാരണം ഒരാൾ സ്കോട്ട്ലാൻഡിൽ നിന്നായിരുന്നു, എൻ്റെ ഒരു ബ്രദർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാതും കൂടെ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. കാരണം കുറേ ഐറ്റംസ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിത് ബാബി വരും എന്നുള്ളതില്ലല്ലോ, അപ്പോൾ എന്തായാലും ബാബിയുടെ പാക്കേജ് ഉണ്ടാകും എന്നൊക്കെ വിചാരിച്ച് കുറേ അങ്ങനെ വാരിക്കൂട്ടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവൻ കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവന് ലഗേജ് കുറവാണ്, അപ്പോൾ അവൻ കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവനക്ക് ലണ്ടനിക്ക് വരാനും മാർഗ്ഗമില്ലായിരുന്നു. നമുക്ക് പിന്നെ അങ്ങോട്ട് എഡിംബ്രയിലായിരുന്നു, അപ്പോൾ അങ്ങോട്ടും പോകാനുള്ള മാർഗ്ഗമില്ലായിരുന്നു. പിന്നെ ഇതെല്ലാം കൂടെ കെട്ടി പാക്ക് ചെയ്തിട്ട് കൊറിയർ ചെയ്യണമെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല റേറ്റ് വരും. കാരണം അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് എല്ലാതും കൂടെ. അപ്പോൾ അത് ബുദ്ധിയല്ല എന്നുള്ളതുകൊണ്ട് ആ പ്ലാനും അങ്ങ് മൂഞ്ചി കിട്ടി. പിന്നെ 2-3 പേര് അറിയുന്നവരുണ്ടായിരുന്നു നാട്ടിലേക്കുള്ള. പക്ഷേ അത് അവർ എന്താ പറയുക, പോകുന്നതിന് 2-3 ദിവസം മുമ്പൊക്കെ ആയിരുന്നു നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും അതൊന്നും അപ്പം ചെയ്യാൻ പറ്റിയില്ല. അവസാനം ഫെബ്രുവരി വരെ കാത്തിരിക്കേണ്ടി വന്നെങ്കിൽ. എന്നാലും ഇതിലുള്ള കുറേ ഐറ്റംസ് ഒന്നും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. കുറേയൊക്കെ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം ബാഗേജ് കുറവായിരുന്നു. അപ്പം നമുക്ക് ഫോഴ്സ് ചെയ്യാൻ പറ്റില്ലല്ലോ എല്ലാതും കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട്. കാരണം അറിയാലോ. എന്നാലും ഒരുവിധയ്ക്ക് വേണ്ട എല്ലാ സാധനങ്ങളും കഷ്ടപ്പെട്ട് സോർട്ട് ചെയ്ത് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ നുള്ളിപ്പെറുക്കി സോർട്ട് ചെയ്ത് വൃത്തിയായിട്ട് തന്നെ എൻ്റെ ഭാബി, അതായത് സിസ്റ്റർ ഇൻ ലോ ഒക്കെ സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സിസ്റ്റർ ഇൻ ലോൻ്റെ മദർ ലണ്ടനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ ഈ നാട്ടിലേക്ക് വന്നപ്പോഴായിരുന്നു ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആളും ഇതിലൊരു കപ്പൊക്കെ ഉണ്ടായിരുന്നു. ആ കപ്പോട് കുറേ ബുദ്ധിമുട്ടി എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞ്. കാരണം ലഗേജിൽ എല്ലാ സാധനങ്ങളും കൂടെ കൊള്ളുന്നില്ലായിരുന്നു. പിന്നെ ഇമ്മിക്കും കുറച്ച് സാധനങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുവരാനുണ്ടായിരുന്നു. പിന്നെ സിസ്റ്റർ ഇൻ ലോൻ്റെ ബ്രദറും ഫാമിലിയും ഉണ്ട്. അപ്പോൾ അവരുടെയും കൂടെ സാധനങ്ങൾ നാട്ടിൽ കൊണ്ടുവരാനുണ്ടായിരുന്നു. അപ്പോൾ എല്ലാതും കൂടെ കൊള്ളുന്നില്ലല്ലോ. അപ്പോൾ കുറേയൊക്കെ ലാപ്ടോപ്പ് ബാഗിലും പാസ്പോർട്ട് ബാഗിലൊക്കെ കൂടെ ആയിട്ട് എങ്ങനെയൊക്കെ കുർത്തി നിറച്ച് എനിക്ക് വേണ്ട ഒരു വിധം അത്രയും കഷ്ടപ്പെട്ട് ഇമ്മിയും അതുപോലെ സിസ്റ്ററിലോ ഒക്കെ കൂടെ സെറ്റ് ചെയ്ത് നാട്ടിലേക്ക് എത്തി. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാൻ ഇതിൻ്റെ ബിഹൈൻഡ് ദ സ്റ്റോറീസ് കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്തു എന്നുള്ളൂ. കാരണം ഇത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണ് സാധനങ്ങൾ ഇവിടെ എത്തിയെന്നുള്ളത് നിങ്ങളും കൂടെ അറിയണമല്ലോ. അപ്പോൾ അതായത് ഞാൻ ഇതിൻ്റെ മുമ്പത്തെ ക്ലിപ്സിലൊക്കെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ എടുത്ത് വെക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത്രയും സാധനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു 10-200 സാധനങ്ങൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടായിരിക്കും ഇത്രയും സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യുന്നത്. എന്തായാലും അൽഹംദുലില്ലാ എല്ലാ സാധനങ്ങളും സേഫായിട്ട് തന്നെ എൻ്റെ കയ്യിൽ കിട്ടി. അപ്പോൾ ഫസ്റ്റ് ഈ ഒരു കപ്പാണ് കേട്ടോ കാണിക്കുന്നത്. ഈ ഒരു കപ്പ് കൊണ്ടാണ് അവർ ബുദ്ധിമുട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം ഇതൊരു കൈൻഡ് ഓഫ് പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. ഞാൻ കുറച്ചുകൂടെ, അതായത് നമ്മൾ പൊട്ടുന്നൊരു പ്ലാസ്റ്റിക് ഉണ്ടല്ലോ, ആ ഒരു മെറ്റീരിയലാണെന്ന് വിചാരിച്ചിട്ടായിരുന്നു അന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതൊരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആയിരുന്നു. അപ്പോൾ ഇതൊക്കെയുള്ള അതിൽ ക്ലോത്ത് എന്തെങ്കിലും കുത്തി നിറച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ അതിന് മാത്രമുള്ള ക്ലോത്ത്സും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇമ്മി എങ്ങനെയൊക്കെയോ കയ്യിൽ പിടിച്ചിട്ടോ പിന്നെ കുറേ ലാപ്ടോപ്പിൻ്റെ സൈഡിലൊക്കെ കുത്തി കയറ്റി വെച്ച് എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ടു. അതിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ചാടുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും കഷ്ടപ്പെട്ട് ഒരുവിധം നാട്ടിലെത്തി. ഇനി അടുത്തത് കാണിക്കുന്നത് ഈ ആൽബംസ് ആണ് കേട്ടോ. ഇതുപോലത്തെ 3 കൂടെ ഉണ്ടായിരുന്നു. സെയിം അല്ല, വേറെ ഡിസൈൻസിൽ വരുന്നത്. അപ്പോൾ അത് ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. കാരണം തൽക്കാലം എനിക്ക് ഈ 2 2 കാരണം ഒക്കെ കൂടെ കൊള്ളൂലല്ലോ.
അപ്പോൾ ഞാൻ ഇതിൻ്റെ സൈസ് ഞാൻ കുറച്ചുകൂടെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് വലുതായിരിക്കും, ഫോട്ടോയിൽ കണ്ടപ്പോൾ കുറച്ച് വലുതായിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബാബിയുടെ അടുത്ത് പറഞ്ഞ് എല്ലാം കൂടെ കൊടുത്തയക്കേണ്ട 2 മതി എനിക്ക് അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ബാബി ആദ്യം എനിക്ക് അതായത് ഒക്കെ സെറ്റ് ചെയ്തൊരു ഫോട്ടോ വിട്ടു തന്നിട്ടുണ്ടായിരുന്നു. അതിൽ എല്ലാ ആൽബംസും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാട്ടിലെത്തിയപ്പോഴേക്കും മനസ്സിലായത് അത് കുഞ്ഞതായിരുന്നു, അതായിരിക്കും ബാബി എല്ലാതും കൂടെ അതിൽ വെച്ചിട്ടുണ്ടായിരുന്നത് എന്ന്. ഏകദേശം ഒരു 10 സെൻറ്റിമീറ്റർ അത്രയേ ഉള്ളായിരുന്നു അതിൻ്റെ സൈസ്. പക്ഷേ എന്തായാലും ക്യൂട്ടാണ്. നമുക്കിന്നെ പോളറോയിഡ് ഫോട്ടോസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫോട്ടോസൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇനി അടുത്തത് ഈ ഒരു മേക്കപ്പ് പൗച്ചാണ് കേട്ടോ. എനിക്കിത് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി, പിന്നെ അതുപോലെ ഭയങ്കര മിനിമലായിട്ടും തോന്നി. അപ്പോൾ എനിക്ക് എന്തോ ഇഷ്ടമായി. അപ്പോൾ എന്നത് അങ്ങനെ ഓർഡർ ചെയ്ത്. അതിലിനി കോസ്മെറ്റിക്സ് ഇട്ട് വെക്കുമോ എന്നുള്ളത് എനിക്ക് അറിയില്ല കേട്ടോ, കാരണം വൈറ്റ് കളർ ആയതുകൊണ്ട് പെട്ടെന്ന് അഴുക്ക് വരാം. അപ്പോൾ അതുകൊണ്ട് ഞാനത് ചിലപ്പോൾ ഇട്ട് വെക്കാം, ചിലപ്പോൾ ഇട്ട് വെക്കാണ്ട് ഇതുപോലെ സൂക്ഷിച്ച് വെക്കുന്നുണ്ടാകും, അറിയില്ല. ഇനി അടുത്തത് ഇതുപോലത്തെ നമ്മുടെ PET സ്റ്റിക്കേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ അതാണ്, ഇതൊരു ഓട്ടം കൈൻഡ് ഓഫ് ആ ഒരു വൈബിൽ വരുന്ന എന്താ പറയുക ഗേൾസിൻ്റെ സ്റ്റിക്കേഴ്സാണ്. അതെന്തോ 95 പെൻസോ എന്തോ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് എന്തോ കണ്ടപ്പോൾ ഇങ്ങനെ ഒന്ന് വാങ്ങിച്ചേക്കാമെന്ന് വിചാരിച്ച് ഞാൻ ട്രൈ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതായിരുന്നു. പക്ഷേ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആയിരുന്നു. പിന്നെ ഇതിൽ എടുത്ത് പറയേണ്ട കാര്യം, ഇതിലൊന്നും ഞാൻ പറ്റിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ തന്നെ ഞാൻ ലണ്ടനിലായ സമയത്ത് ഓർഡർ ചെയ്തതിൽ ഒന്നിനെ പറ്റിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഐറ്റം എനിക്ക് ഞാൻ പേപ്പർ അതായത് സൈഡ് കോർണർ പഞ്ച് ഓർഡർ ചെയ്തിട്ട് എനിക്ക് ഒരു ബ്രഷ് എന്തോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം ഇതൊന്നും അൺബോക്സ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ പറ്റിക്കപ്പെടുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഒക്കെ കൂടെ അതുപോലെ അതായത് അവിടെ ഇവിടെയൊക്കെ തിരികിയിട്ടായിരുന്നു കൊണ്ടുവന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അൺബോക്സ് ചെയ്യാണ്ട് നിർവാഹമില്ലായിരുന്നു. കാരണം ഓരോന്നും ബബിൾ റാപ്പും അതും ഇതൊക്കെ ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ചിട്ട് വെയിറ്റ് കൂടുകയല്ലേ. അപ്പോൾ ഒക്കെ അൺബോക്സ് ചെയ്ത് നാട്ടിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി കാണിക്കുന്നത് ഈ ഒരു 3 കോയിൻ പൗച്ചായിരുന്നു. അത് 3ഉം എൻ്റെ ഫേവറേറ്റ് ഡിസൈൻസ് ആയിരുന്നു. ഒന്ന് ടയാക്കി, പിന്നെ ഒരു ബ്രെഡ്, പിന്നെ ഒരു കുക്കിയുടേത്. ഒക്കെ കുഞ്ഞു കുഞ്ഞു കോയിൻ പൗച്ചസ് ആണ്. ചിലപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ എനിക്ക് കുറച്ച് സൈസുള്ള പോലെ തോന്നാം, അത്ര വലുതല്ല. ഒക്കെ നമ്മുടെ ഒരു കൈയിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാലുള്ളൊരു സൈസ്. ആ കുക്കിയുടേത് ഭയങ്കര സൈസ് കുറവാണ്. ഇനി അടുത്തത് ഈ ഒരു മിഡ് ലൈനേഴ്സിൻ്റെ ഡ്യൂപ്പായിട്ടുള്ള ഹൈലൈറ്റേഴ്സ്. ഇത് പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ അവൈലബിൾ ആണ്, മീഷോയിലും ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ ഇതിൽ അവൈലബിൾ ആണ് ഈ ഒരു ഹൈലൈറ്റേഴ്സ്. ഞാൻ പിന്നെ ഇതൊക്കെ ഓഗസ്റ്റിൻ്റെ മുമ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, കാരണം ഓഗസ്റ്റിലായിരുന്നു നാട്ടിലേക്ക് വരുന്നവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ അന്നേ ഓർഡർ ചെയ്തതുകൊണ്ട് പിന്നെ നാട്ടിൽ നിന്ന് വാങ്ങിക്കാൻ നിന്നില്ല. എന്തായാലും സാധനം അവിടെ ഉണ്ട്, പിന്നെ നമ്മൾ വെറുതെ കാശ് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അന്ന് വാങ്ങിച്ചിട്ടില്ലായിരുന്നു. ഇനി അടുത്തത് ഈ ഒരു ട്രാൻസ്പെറൻറ്റ് പെൻ ഹോൾഡറാണ്. ഇതും കുറേ മിനിമലായിട്ടുള്ള ഡെസ്കിൻ്റെ മുകളിൽ ഇങ്ങനെ കാണാം. അപ്പോൾ അന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനത്തെ ഒന്ന് വാങ്ങിക്കണം എന്നുള്ളത്. പിന്നെ വലിയൊരു റേറ്റ് നാട്ടിലത്തെ ഒരു 120 ആ ഒരു 200-ൻ്റെയും 100-ൻ്റെ ഇടയിലുള്ളൊരു പ്രൈസ് റേഞ്ച് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ആക്രലിക് അതായത് ട്രാൻസ്പെറൻറ്റ് ആക്രലിക് പെൻ ഹോൾഡറാണത്. ക്വാളിറ്റി കുഴപ്പമില്ല, ആ ഒരു പൈസക്കുള്ള ക്വാളിറ്റി തന്നെ ഉള്ളൂ. പിന്നെ ഈ ഒരു പുഡിങ്ങിൻ്റെ എന്താ പറയുക ഒരു പെൻ ഹോൾഡറാണ്. അതായത് ഇതുപോലത്തെ സ്റ്റൈലസ് പെൻസ് നമുക്ക് ഹോൾഡ് ചെയ്യാനും, അല്ലെങ്കിൽ നമ്മൾ ഐപാഡിൽ യൂസ് ചെയ്യുന്ന പെൻസ് ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇട്ട് വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഐപാഡ് ഇല്ല, ഒരു സാംസങ്ങിൻ്റെ ടാബാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനും ഉണ്ട് അതുപോലത്തെ ഒരു കുഞ്ഞു പെന്ന്, പക്ഷെ അത് ഇതിലിട്ട് വെക്കാൻ മാത്രത്തിനുള്ള സൈസ് ഇല്ല. അപ്പോൾ ഞാൻ ഫോണിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റൈലസ് പെന്ന് യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ഇപ്പോൾ ഒരു ബ്ലാക്ക് ഞാൻ കാണിച്ചല്ലോ, അത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന സ്റ്റൈലസ് പെന്നാണ്. അപ്പോൾ അത് ഇട്ട് വെക്കാം എന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ്. പിന്നെ ഞാനൊരു വൈറ്റ് കളറിലുള്ള സ്റ്റൈലസ് പെന്നും കൂടെ ഇതിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, കാരണം ഒരു എസ്തറ്റിക്സിന് വേണ്ടിയിട്ട്. ഇനി അടുത്തത് കാണിക്കുന്നത് മുജിയുടെ പെൻസിൽ ബോക്സിൻ്റെ ഡ്യൂപ്പാണ് കേട്ടോ. ഇതും നല്ല മിനിമൽ വൈബിൽ വരുന്ന ഒരു പെൻസിൽ ബോക്സ് ആയിരുന്നു കേട്ടോ. അതിൽ 2 കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ഒന്നിൽ നമുക്ക് ഇറേസർ, ഷാർപ്പനർ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇടാം, ഒന്നിൽ പെൻസിൽ, പെന്ന്, റൂളർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടാം. മുജിയുടേത് വാങ്ങിക്കുമ്പോൾ അത്യാവശ്യം ഇതിനേക്കാളും കുറച്ചുകൂടെ ക്വാളിറ്റി ഉണ്ടാവും. പിന്നെ അതിന്മേ മുജിയുടെ ആ ഒരു ലേബിൾ ഉണ്ടാവും, ഇതിന്മേ അതൊന്നുമില്ല, അത്രയേ ഉള്ളൂ വ്യത്യാസം. നമ്മുടെ നാട്ടിൽ മുജിയൊന്നും അവൈലബിൾ അല്ലാത്തത് കൊണ്ട് നമുക്ക് ഉള്ളതുകൊണ്ട് ഓണം പോലെ. ഇനി അടുത്തത് ഈ ഒരു ടേപ്പാണ് കേട്ടോ. ഞാൻ ഒരു ഫാഷൻ സ്റ്റുഡൻ്റ് ആണല്ലോ, അപ്പോൾ എനിക്ക് ടാപ്പ് അത്യാവശ്യമാണ്, അതായത് നമ്മളുടെ മെഷർമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ടാപ്പാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വലിയൊരു എസ്തറ്റിക്സ് ഒന്നുമില്ല, ഒരു പഴഞ്ചൊൽ ലുക്കാണ് കാണാൻ. അപ്പോൾ ഇത് കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിച്ചതായിരുന്നു. പിന്നെ എൻ്റെ ഫേവറേറ്റ് സാൻഡ്രിയോ ക്യാരക്ടറായിരുന്നു പൊമ്പംബോയ്, സോ അതുകൊണ്ട് ഞാൻ അത് വാങ്ങിച്ചു. അതിന് വലിയ റേറ്റ് ഒന്നും വന്നിട്ടില്ലായിരുന്നു, 89 പെൻസോ അങ്ങനെ എന്തായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്തത് ഇതുപോലത്തെ ക്ലിപ്സാണ്. ഇത് ജേണലൊക്കെ ചെയ്യുമ്പോൾ ജേണലിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒരുപാട് ക്രിയേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് തുടങ്ങിയൊരു ആഗ്രഹമായിരുന്നു ഇത് വാങ്ങിക്കണം എന്നുള്ളത്. ഇത് ഞാൻ പിന്നെ നമ്മുടെ അതായത് ഇന്ത്യയിൽ കുറേ പേജസിൽ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്മോൾ ബിസിനസ് ഓൺട്രപ്രണേഴ്സിൻ്റെ കയ്യിൽ കുറേ ഇന്ത്യൻ പേജസ് സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. പിന്നെ അടുത്തത് ഒരു സ്പെക്സ് ബോക്സ് ആണ് കേട്ടോ. ഞാനൊരു കൈൻഡ് ഓഫ് സ്പെക്സ് ഗേൾ ആണ്, എപ്പോഴും അല്ല, സംടൈംസ് ഞാൻ സ്പെക്സ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള സ്പെക്സ് ബോക്സ് ഒപ്റ്റിക്കൽസിൽ നിന്ന് കിട്ടിയ ആ ഒരു ബോക്സാണ്. അപ്പോൾ അതിൻ്റെ ഒരു എസ്തറ്റിക്സ് എത്രത്തോളം ഉണ്ടാവുമെന്ന് എനിക്കറിയാലോ.
അപ്പോൾ അതൊന്ന് മാറ്റി പിടിക്കണമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഈ ഒരു സ്പെക്സ് ബോക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊന്ന് ട്രയൽ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. എങ്ങനെയുണ്ട് അതിൻ്റെ ക്വാളിറ്റിക്ക് നോക്കിയിട്ട് പിന്നെ വേറെ ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു പീസ് ഞാൻ ഇപ്പോൾ വാങ്ങിച്ചിട്ടുള്ളൂ. ഇനി അടുത്തത് ഈ ഒരു കാലണ്ടറും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, അതായത് ഇതൊക്കെ കൂടെ കിട്ടാൻ ഇങ്ങനെ ലേറ്റായി വന്നപ്പോൾ ഈ 2025 കഴിഞ്ഞിട്ടായിരിക്കുമോ ഇനി ഇത് കയ്യിൽ കിട്ടുമെന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാൻ 2024 പകുതിയായ സമയത്ത് ഓർഡർ ചെയ്തതായിരുന്നു. 2025 ഇനിയും ടൈം ഉണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഓർഡർ ചെയ്തതായിരുന്നു. പിന്നെ ഇത് നാട്ടിലെത്തുന്നില്ല എന്നുള്ളപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഇത് 2025 കഴിഞ്ഞിട്ട് ഞാൻ എന്തൊക്കെയാണാവോ ഡെസ്കിലൊക്കെ വെക്കുക എന്നിങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും ഒരു മാസം കഴിഞ്ഞിട്ടാണെങ്കിലും, അതായത് ജനുവരി കഴിഞ്ഞിട്ടാണെങ്കിലും കയ്യിൽ കിട്ടി. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാനൊരു കോസ്റ്റർ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ആക്രലൈക്ക് കോസ്റ്ററും. അതും ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ, അത് വേറെ വേറെ കളേഴ്സിൽ അവൈലബിൾ ആയിരുന്നു കേട്ടോ. എനിക്കെന്തോ യെല്ലോ ആണ്, ഞാനൊരു കൈൻഡ് ഓഫ് ബേജ്, ബ്രൗണ്, വൈറ്റ്, യെല്ലോ അങ്ങനത്തെ കളേഴ്സിൻ്റെ ഒക്കെ ഒരു ഫാനാണ്. സോ എനിക്ക് ആ യെല്ലോ ഇഷ്ടമായപ്പോൾ അതെടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു വൈറ്റ് സിസർ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതും ഭയങ്കര എസ്തറ്റിക് ആൻഡ് മിനിമൽ ആയിട്ടുള്ളൊരു സിസറായിരുന്നു. അത് ഞാൻ കുറേ ക്രിയേറ്റേഴ്സിൻ്റെ ഡെസ്കിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇഷ്ടമായിട്ട് അത് വാങ്ങിച്ചതായിരുന്നു കേട്ടോ. ഇനി അടുത്തത്, ഇത് എൻ്റെ എസ്തറ്റിക്സിനോട് അത്ര മേച്ചല്ല, കാരണം ഇതൊരു കൈൻഡ് ഓഫ് കോഗറ്റ് എസ്തറ്റിക്സിൽ വരുന്ന ഒരു ഫോൺ ആക്സസറി ആണ്. എനിക്കെന്തോ അത് എത്ര 50 പെൻസോ എന്താ അതിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എന്തോ ഒരു ഇതിൽ ഞാനത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല. പിന്നെ അതിൻ്റെ കൂടെ ഞാനൊരു, അതായത് ഒരു കോഗറ്റ് സോഫ്റ്റ് കളർ എസ്തറ്റിക്കിൽ വരുന്ന ഒരു ഫോൺ കേസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ പെയർ ചെയ്യാന്നൊക്കെ വിചാരിച്ച് എൻ്റെ അടുത്ത് അങ്ങനത്തെ സോഫ്റ്റ് ഗേൾ എസ്തറ്റിക്സിൽ വരുന്ന കുറച്ച് ഡ്രസ്സസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ മാച്ച് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതായിരുന്നു. പക്ഷെ അതിൻ്റെ ഫൺ പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫോൺ കേസ് കൊടുത്തിട്ടില്ല. ഞാനൊരു 5-6 ഫോൺ കേസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 2 മാത്രമേ നാട്ടിൽ കൊടുത്തിട്ടുള്ളൂ. കാരണം ഈ ഫോൺ കേസസ് ഒന്നും അത്രയും ക്വാളിറ്റി ഉണ്ടാവില്ല. നമുക്ക് ക്യൂട്ടാണ്, അതിന് പറ്റുമെന്നല്ലാണ്ട് അത്ര ക്വാളിറ്റി ഉണ്ടാവില്ല. അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഫോൺ കേസ് അത്യാവശ്യം കുറച്ച് വില കൂടിയ ഫോൺ കേസാണ്. ഇത് ലണ്ടനിൽ തന്നെ ഈ ഫോൺ വാങ്ങിച്ച സമയത്ത് ലണ്ടനിൽ തന്നെ വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ ഇത് തന്നെയാണ് ഞാൻ എപ്പോഴും, അതായത് ഫോണിൻ്റെ സേഫ്റ്റിക്ക് ഇതാണ് നല്ലത്. അപ്പോൾ ഞാൻ റെഗുലറായിട്ട് ഇപ്പോൾ ഈ ഒരു ഫോൺ കേസാണ്, ഇതൊരു ഇറ്റാലിയൻ ബ്രാൻഡാണ്, എന്താണെന്ന് ഇപ്പം എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഫോൺ കേസ് അങ്ങനെ വല്ലാണ്ട് എന്താ പറയുക ചേഞ്ച് ചെയ്യില്ല. നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യാൻ ഇത്. അപ്പം പിന്നെ എനിക്ക് ക്യൂട്ടായിട്ട് വേണ്ടിയിട്ട് 2 ബാബി എന്തായാലും അതിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാനൊരു പീച്ച് തീമിൽ വരുന്ന ലെഡ് പെൻസിൽസ് ആയിരുന്നു ഇവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ കാണിക്കുന്നതും ലെഡ് പെൻസിൽസ് ആണ്. ഇത് 5 എന്തോ വരുന്നുണ്ടായിരുന്നു ഒരു പാക്കിൽ. അതിലെല്ലാം കൂടെ ഞാൻ കൊടുത്തയക്കണ്ടെന്ന് പറഞ്ഞ് എല്ലാം സെയിം ആയിരുന്നു. അപ്പോൾ 2 കൊടുത്തയച്ചാൽ മതി, ഒന്ന് എനിക്കൊന്ന് അനിയത്തിക്കും. ഇതും മുജിയുടെ പെൻസിൽസിൻ്റെ കോപ്പീസ് ആയിരുന്നു കേട്ടോ. പക്ഷെ നല്ല മിനിമൽ ലുക്ക് ഉണ്ടായിരുന്നു കാണാൻ. പിന്നെ ഈ ഒരു പെൻസ് കൗ പ്രിൻറ്റിൽ വരുന്ന പെൻസും, ഇതും ഒരു ബോക്സ് ആയിരുന്നു. അതിൽ 3, അതായത് 6 പീസ് ഉണ്ടായിരുന്നു. 3 ഈ ഡിസൈന്, അടുത്ത 3 ഈ സെയിം ഡിസൈൻസ് തന്നെ ആയിരുന്നു. അപ്പോൾ അത് ഞാൻ ബാബിയുടെ അടുത്ത് 3 സെൻഡ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മുടെ മെറ്റാലിക് മാർക്കർ ആയിരുന്നു. ഇത് 2 വരുന്നുണ്ടായിരുന്നു, അതിന് 1 അയച്ചിട്ടുള്ളൂ. പിന്നെ ഇത് പെൻസാണ് കേട്ടോ. ഇതും ഇതുപോലത്തെ 2 കൂടെ ഉണ്ടായിരുന്നു. അതും സെയിം ഡിസൈൻസ് ആയതുകൊണ്ടും അതും 2 ആയിരുന്നു സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു 3 പെൻസ്, ഇത് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്, മീഷോയിലൊക്കെ അവൈലബിൾ ആണ്. ഇതിങ്ങനെ 3 വരുന്ന സെറ്റായിരുന്നു ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. 6 ഉള്ളതുണ്ട് തോന്നുന്നുണ്ട്. ഞാൻ 3 ഉള്ളതായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ 3 എന്തായാലും അതിൽ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ ജെൽ പെൻസ് ആണ് കേട്ടോ. ബ്ലാക്ക് ഇങ്കിലാണ് വരുന്നത്. ഇതിൽ കാണിച്ചിട്ടുള്ള എല്ലാ പെൻസും ജെൽ പെൻസാണ് ബ്ലാക്ക് ഇങ്കിൽ വരുന്നത്. ഇതും എന്താ പറയുക ഒരു ബോക്സ് ആയിരുന്നു. ഇതിലും 2 കൊടുത്ത്, 2 അല്ല 3 എന്തോ കൊടുത്തയച്ചിരുന്നു തോന്നുന്നു. അതിൻ്റെ ഒന്ന് ഞാൻ മറ്റേതിൽ അവിടെ കാണിച്ചു പോയി. അപ്പോൾ 3 വേറെ ഉണ്ടായിരുന്നു സെയിം ഡിസൈൻസിൽ വരുന്നത്. അപ്പോൾ അത് കൊടുത്തയച്ചിട്ടില്ല. ഞാൻ 3 എനിക്ക് 3 അനിയത്തിക്കൊക്കെ അങ്ങനെ രീതിക്കായിരുന്നു ബോക്സസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇനി ഞാൻ ലണ്ടനിൽ പോകുമ്പോൾ നാട്ടിലേക്ക് വരുമ്പോഴേ അവൾക്ക് അതൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം അവളും എൻ്റെ പോലെ ഇങ്ങനത്തെ എസ്തറ്റിക്സിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ്. പക്ഷേ എൻ്റെ പോലെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ അവൾക്ക് കഴിയില്ല. കാരണം അവൾ ഫുള്ളായിട്ട് സ്റ്റഡീസിൻ്റെ കാര്യത്തിലാണ് ഒബ്സസ്ഡ് ആയിരിക്കുന്നത്. നമ്മൾ പിന്നെ പഠനം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ വെറുതെ ഇരിക്കുന്ന ഒരവസ്ഥ ആയതുകൊണ്ട്, വെറുതെ ഇരിക്കുക ഇൻ ദ സെൻസ് വേറൊരു കോഴ്സ് ചെയ്യുന്നുണ്ട്, പക്ഷേ എന്നാലും അത്ര ഭാരിച്ച പരിപാടികളൊന്നും തലക്കില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. പിന്നെ ഞാനിപ്പോൾ കാണിച്ചത് ഒരു സ്റ്റിക്കർ ബുക്കായിരുന്നു കേട്ടോ. അത് ഞാൻ എന്തോ അതിൽ കണ്ട് ഓർഡർ ചെയ്തതായിരുന്നു. ഒരു കവായ് തീമിൽ വരുന്ന സ്റ്റിക്കേഴ്സാണ്. അതൊരു ഗ്ലിറ്റർ കൈൻഡ് ഓഫ് അങ്ങനത്തെ ഒരു സ്റ്റിക്കേഴ്സായിരുന്നു. അതായത് കിസ് കട്ട് ചെയ്ത സ്റ്റിക്കേഴ്സ് തന്നെയാണ്, പക്ഷേ അതിൻ്റെ ഒരു ടെക്സ്ചർ ഒരു കൈൻഡ് ഓഫ് ഒരു ഗ്ലിറ്റർ ടൈപ്പിലായിരുന്നു. പിന്നെ ഈ ഒരു സിസറും ഇതും ഭയങ്കര മിനിമലായിട്ടുള്ളൊരു സിസറാട്ടോ. ഈ മിനിമൽ ആസ്തറ്റിക്സ് ഫോളോ ചെയ്യുന്നവരുടെ ഡെസ്കിൽ ഞാൻ എപ്പോഴും കണ്ടിട്ട് ഈ ഒരു സിസറ്, പിന്നെ ഒരു വൈറ്റ് സിസറ്, അതൊക്കെ അപ്പം അങ്ങനെ ഇഷ്ടമായിട്ട് അത് ഞാൻ ഓർഡർ ചെയ്തത്. പിന്നെ ഇതൊക്കെ കുഴപ്പമില്ലാത്തൊരു കുഞ്ഞു സൈസ് തന്നെയാണ്, അത്ര വലുതല്ല, പക്ഷെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ കുഴപ്പമില്ല.
പിന്നെ അതിനൊന്നും വലിയ റേറ്റ് വന്നിട്ടില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ അതൊക്കെ വാങ്ങിച്ചത്. പിന്നെ ഇത് നമ്മൾ ഈ ബുക്കിൽ ഒട്ടിക്കില്ലേ, അങ്ങനത്തെ മൊറാണ്ടി സ്റ്റിക്കേഴ്സ് അങ്ങനെ എന്താ പറയും അതിന്, അപ്പോൾ അതാണ് അത്. പിന്നെ ഇത് ഇങ്ങനത്തെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്ന ഇമോജി സ്റ്റിക്കേഴ്സും ഇതിൻ്റെ വേറൊരു സെറ്റും കൂടെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ സെയിം മോഡലല്ല, വേറൊരു തീമിൽ വരുന്നത്. പക്ഷെ ഞാൻ ബാബിയുടെ അടുത്ത് പറഞ്ഞത് ഇപ്പം തൽക്കാലം എനിക്കൊന്ന് ഇത് മതി, അത്യാവശ്യം ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനുള്ള കുറച്ച് DIY സ്റ്റിക്കേഴ്സ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. പിന്നെ ഈ ഒരു ബെയറിൻ്റെ പ്ലേറ്റും ഇത് 2 കളേഴ്സിൽ അവൈലബിൾ ആയിരുന്നു. ഒന്നൊരു ബ്രൗണും പിന്നെ ഒരു ട്രാൻസ്പെറൻറ്റ്. അപ്പോൾ ബ്രൗൺ എനിക്ക് എന്തോ കുഴപ്പമില്ല, പക്ഷെ ബ്രൗണിനേക്കാളും ഒന്നുകൂടെ ഭംഗി ഈ ഒരു ട്രാൻസ്പെറൻ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ഓർഡർ ചെയ്ത്. പിന്നെ ട്രാൻസ്പെറൻറ്റ് ഓർഡർ ചെയ്ത് അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ബ്രൗൺ വേണമെങ്കിൽ അത് വാങ്ങിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അടുത്തത് ഈ ഒരു ബാംബു, അതായത് ബാംബു വുഡൻ എന്തായിരുന്നു അപ്പോൾ അതിൻ്റെ പേര്, വുഡൻ ട്രേ, ഇപ്പോഴും ഓർമ്മ കിട്ടിയത്. ഇത് പല ഷേപ്സിൽ അവൈലബിൾ ആയിരുന്നു. റൗണ്ട്, ഓവല്, പിന്നെ സ്ക്വയർ, റെക്റ്റാങ്കിള്, പിന്നെ ഹാർട്ടിൻ്റെ ഷേപ്പിലൊക്കെ അവൈലബിൾ ആയിരുന്നു. അതിൽ ഈ ഓവൽ ഷേപ്പിലും പിന്നെ റൗണ്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒന്ന് കൊടുത്തയച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ റൗണ്ട് അവിടെ ലണ്ടനിൽ തന്നെ വെച്ചും ഇത് കൊടുത്തയച്ച്. അത് ഞാനിങ്ങനെ ഈ നമ്മുടെ ട്രാൻസ്പെറൻറ്റ് സിസർ, വാഷി ടൈപ്സ് അങ്ങനത്തെ ഒക്കെ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാട്ടോ. ഇനി അടുത്തത് ഈ ഒരു കുഞ്ഞു കാൽക്കുലേറ്ററും. ഇതും പല കളേഴ്സിൽ അവൈലബിൾ ആയിരുന്നു. ഞാൻ എന്താ പേർപ്പിൾ എടുത്ത്. പിന്നെ ഞാൻ അൺബോക്സ് ചെയ്തപ്പോഴും ഇങ്ങനെ വിചാരിച്ചു ഇതിൻ്റെ വൈറ്റ് ഉണ്ടായിരുന്നല്ലോ, എനിക്ക് അത് വാങ്ങിച്ചാൽ മതിയായിരുന്നല്ലോ, ഞാൻ എന്താ പേർപ്പിൾ എടുത്തതെന്ന് ഇങ്ങനെ വിചാരിച്ച്. പക്ഷേ പേർപ്പിളും ക്യൂട്ടാണ് കാണാൻ, ക്വാളിറ്റി കുഴപ്പമില്ല എന്ന് പറയാനേ പറ്റുള്ളൂ. അതിനുള്ള പൈസ തന്നെ ഉള്ളായിരുന്നു കേട്ടോ. എത്രയോ 1 പൗണ്ടോ 1.5 പൗണ്ടോ എന്തൊക്കെയുള്ളായിരുന്നു. അപ്പോൾ അതായിരുന്നു അടുത്ത പ്രോഡക്റ്റ്. ഞാൻ കോളേജിലൊക്കെ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാറുണ്ട്. ലൈക്ക് നമുക്ക് ഓരോ മെഷർമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ എഴുതാനും അതിനൊക്കെ വേണ്ടിയിട്ട് കുറേ കൂട്ടാനും കുറയ്ക്കാനും ഹരിക്കാനൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെ വിചാരിച്ച് വാങ്ങിച്ചതായിരുന്നു. ഇനി അടുത്തത് ഈ ഡോട്ട് സ്റ്റിക്കേഴ്സ്. ഇത് തന്നെ ജേർണൽ ചെയ്യുമ്പോൾ എപ്പോഴും യൂസ് ചെയ്യാറുള്ളൊരു സാധനമാണ്. എനിക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു സാധനമാണ് ഈ ഒരു സ്റ്റിക്കേഴ്സും. ഇതുപോലത്തെ ബ്രൗൺ തീമിൽ വരുന്നതും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബ്രൗൺ തീമിൽ വരുന്ന ഓൾറെഡി ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഉണ്ട്. അപ്പോൾ ഞാൻ ഒരു സെറ്റ് അയച്ചാൽ മതി എന്ന് പറഞ്ഞു, കാരണം ഇതിൽ അത്യാവശ്യം ഉണ്ടല്ലോ. അപ്പോൾ തൽക്കാലം ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. ഇനി അടുത്തത് ഈ ഗ്രിഡ് തീമിൽ വരുന്ന വാഷി ടൈപ്സ് ആണ്. ഇതെൻ്റെ ഫേവറേറ്റ് ആണ്. അതിലെ വൈറ്റ്, കാരണം ഞാൻ കുറേ ക്രാഫ്റ്റേഴ്സിൻ്റെ കയ്യിൽ കണ്ടിട്ടുണ്ടായിരുന്നു, അതായത് ഫോറിൻ ക്രാഫ്റ്റേഴ്സിൻ്റെ കയ്യിൽ കിട്ടോ. അപ്പോഴേ എനിക്കത് വാങ്ങിക്കണം എന്നിങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്, പക്ഷേ അതിൻ്റെ പ്രൈസ് കുറച്ച് കൂടുതലാണ്. ഒരു വാഷി ടൈപ്പിന് നമ്മൾ അത്രയും പ്രൈസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ എത്ര നമുക്ക് ഇഷ്ടമുള്ളതാണെന്നുണ്ടെങ്കിലും അത്രയും നമ്മൾ പൈസ അതിന് ചിലവാക്കേണ്ട എന്നുള്ളൊരു തോട്ടാണ് എനിക്ക്. പിന്നെ ഞാൻ നമ്മുടെ നാട്ടിൽ കുറേ പേരെടുത്ത് ജേർണൽസിൽ നിന്ന് വാങ്ങിച്ചത് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ജേർണൽസിൽ നിന്ന് ആ ഒരു സാധനമായിട്ട് വാങ്ങിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് വാങ്ങിച്ചില്ല. പിന്നെ എന്തായാലും ഇതിൽ ടിമൂല് കണ്ടപ്പോഴും പിന്നെ ഞാൻ അതിൽ നിന്ന് അങ്ങനെ ഓർഡർ ചെയ്തതായിരുന്നു. അത് 3 വരുന്ന സെറ്റായിരുന്നു. അപ്പോൾ 2 ഇത് ഒന്നും കൂടെ ഉണ്ട്. അപ്പോൾ ഭാവി പാക്ക് ചെയ്തപ്പോഴും ആകെ സെപ്പറേറ്റ് ആക്കിയിട്ടാണ് പാക്ക് ചെയ്തത്. ഇതായിരുന്നു കേട്ടോ അടുത്തത്. അപ്പോൾ ഇത് 3 ആയിരുന്നു. ഇത് 3 ഒരു സെറ്റ് 190 രൂപ, അതായത് ഇന്ത്യൻ റുപ്പി കേട്ടോ. അതിൽ 1 പൗണ്ടും 94 പെൻസോ അങ്ങനെ എന്തോ. അത് ഓഫറിലായിരുന്നു. ആ ഒരു പ്രൈസിൽ പല പ്രൈസിലും കാണുമായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാനൊരു മിനി ബൈൻഡർ ജേർണൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതും എൻ്റെ ഫേവറേറ്റായിട്ട് ഞാൻ വാങ്ങിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്ന ഒരു സാധനമായിരുന്നു. ഇതെല്ലാം നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ ആണ് കേട്ടോ. അതായത് ജേർണൽസ് എന്നുള്ള പേജിലല്ല, സ്റ്റേഷനറി പാളിലൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ എന്താ പറയുക, കുറച്ചും കൂടെ കോസ്റ്റ് കൂടുന്നുള്ളൂ. ടിമോലാകുമ്പോൾ കുറച്ചുകൂടെ അഫോർഡബിൾ ആയിട്ട് കിട്ടും. അങ്ങനെ ഞാൻ അതൊന്ന് വാങ്ങിച്ചത്. പിന്നെ ഇതല്ലാതെ വാങ്ങിച്ചല്ലോ, പിന്നെ ഇനിയിപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്താലും നാട്ടിലേക്ക് എന്തെങ്കിലും കാലം കിട്ടില്ല, വെറുതെ ഇനി കാശ് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ വാങ്ങിക്കാതിരുന്നത്. എനിക്കിങ്ങനെ ഒരു ചെറിയ ടെൻഡൻസി ഉണ്ടായിരുന്നു. അതായത് ഞാൻ നേരത്തെ മാർക്കേഴ്സ് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതായത് മാർക്കേഴ്സ് അല്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് മീഷോന്ന് വാങ്ങിക്കണോ എന്നിങ്ങനെ. കാരണം ആരും ലണ്ടനിൽ നിന്ന് നാട്ടിലേക്ക് വരുന്നതും ചെയ്യണില്ല, ഈ സാധനങ്ങൾ കയ്യിൽ കിട്ടുകയും ചെയ്യണില്ല. എന്നാലും എനിക്കാണെങ്കിൽ അത് വാങ്ങിക്കാനുള്ള ഒരു ത്വര ഇങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അങ്ങനെ വിചാരിച്ച് എന്തിനാണ് വെറുതെ വാങ്ങിക്കുന്നത്, എന്തായാലും ഓൾറെഡി വാങ്ങിച്ച് വെച്ചതുണ്ടല്ലോ. അപ്പം അങ്ങനെ ഞാൻ വിചാരിച്ച് ഞാൻ തന്നെ എന്നെ കൺട്രോൾ ചെയ്തതായിരുന്നു. കാരണം ഇതിനൊക്കെ എത്ര 150 അത്ര എന്തോ ഒരു റേറ്റിലല്ലേ വരുന്നത് മീഷോയിൽ. അത് അഫോർഡബിൾ ആണ്. അപ്പം അങ്ങനെ വാങ്ങിക്കാലോ എന്നിങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ മുമ്പ് ഞാൻ കാണിച്ചത് നമ്മുടെ ID കാർഡ് അങ്ങനത്തെ ഫോട്ടോ ഹോൾഡറാണ്. ID കാർഡ്സ് വെക്കുന്നവരുണ്ട്, ഫോട്ടോസ് വെക്കുന്നവരുണ്ട്, എല്ലാം ചെയ്യുന്നവരുണ്ട്. എനിക്ക് എന്തോ അത് ഇഷ്ടമായി. അപ്പം ഞാൻ അങ്ങനെ വാങ്ങിച്ചു. അതിലെന്താ വെക്കണം എന്നുള്ളതൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഹൈലൈറ്റേഴ്സ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നെ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്, അതുകൊണ്ട് ഞാനത് കാര്യമായിട്ട് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പാസ്റ്റൽ ഷെയ്ഡ്സിൽ വരുന്ന ഹൈലൈറ്റേഴ്സ്. ഇനി അടുത്തത് ഈ ഒരു കോസ്റ്ററാണ്, ട്രാൻസ്പെറൻറ്റ് ആക്രിലിക് കോസ്റ്റർ. ഇതും ഞാൻ കുറേ ആയിട്ട് വാങ്ങിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സാധനമാണ്. ഇതിന് വലിയ റേറ്റൊന്നും വരുന്നില്ലായിരുന്നു, അങ്ങനെ വാങ്ങിച്ചതാണ്. പക്ഷേ പെട്ടെന്ന് വരയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് വരയും കുത്തൊക്കെ വരുന്നുണ്ട് അതുമേൽ. നമ്മൾ അത്യാവശ്യം ശ്രദ്ധിച്ചിട്ട് വേണം അത് ഹാൻഡിൽ ചെയ്യാൻ.
ഇനി അടുത്തത് ഇതൊരു വിൻറ്റേജിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതായിരുന്നു കേട്ടോ. ഒരു നമ്മുടെ ഈ ഗ്രീക്ക് മിത്തോളജിയിലൊക്കെ കാണുന്ന പില്ലേഴ്സ് ഉണ്ടല്ലോ, അതാണ് ഇത്. ഇത് ഞാൻ ബാബിയുടെ അടുത്ത് കൊടുത്തയക്കണമെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. ഇത് ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്തതായിരുന്നു. പിന്നെ ഇത് എന്തോ ആൾ കൊടുത്തയച്ചിട്ടുണ്ട്. ഇനി സ്പേസ് കണ്ടപ്പോൾ ചിലപ്പോൾ അതിൽ കയറ്റി വെച്ചതായിരിക്കാം. അത് ഞാൻ എൻ്റെ വിൻറ്റേജ് എസ്തറ്റിക്സിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. ഞാനിപ്പോൾ കുറേ ആയിട്ട് വിൻറ്റേജ് നമുക്ക് തിരിഞ്ഞു നോക്കാറേ ഇല്ല. അപ്പോൾ ഇനി അതും സെറ്റ് ചെയ്യണം അങ്ങനെ വിചാരിച്ച് അതൊക്കെ ഓർഡർ ചെയ്തതായിരുന്നു. ഇനി അടുത്തത് ഈ ഒരു വാഷി ടൈപ്പിൻ്റെ സെറ്റായിരുന്നു. ഇതിലൊരു ഗ്രിഡ് തീമിൽ വരുന്ന വാഷി ടൈപ്പ് ഉണ്ടല്ലോ, എനിക്ക് അതെന്തോ ഇഷ്ടമായി. അപ്പം ഞാനത് അങ്ങനെ വാങ്ങിച്ചതായിരുന്നു. ഇതും ഞാൻ എല്ലാം കൊടുത്തേക്കേണ്ടത് ഗ്രിഡ് തീമിൽ വരുന്നത് മാത്രം സെൻഡ് ചെയ്താൽ മതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കുഞ്ഞു സെറ്റായിരുന്നു, അതായത് വല്ലാണ്ട് സ്പേസ് എടുക്കില്ല, ചെറിയ സെറ്റായിരുന്നു. അതായിരിക്കും ബാബി ഇത് അതിൽ വെച്ചത്. അതുപോലെ ഇനി ഇതുപോലെ തന്നെ ബ്രൗൺ തീമിൽ വരുന്ന ഒരു വാഷി ടൈപ്പിൻ്റെ സെറ്റും കൂടെ ഉണ്ടായിരുന്നു. അതും ഞാൻ അതിലത്തെ ഒരു ഗിങ്കാം പാറ്റേൺ വരുന്നുണ്ട്, അത് മാത്രം മതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതും കുഞ്ഞു സൈസ് ആയതുകൊണ്ടായിരിക്കും ആളെല്ലാതും വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ. ഇനി ഈ കാണിക്കുന്ന ഐറ്റം ഇതിൽ നമ്മുടെ ഗ്ലൂ ടാപ്പ് അതുപോലെ കറക്ഷൻ ടൈപ്പ് ഉണ്ടല്ലോ, അതാണ് കറക്ഷൻ ടൈപ്സിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് കറക്ഷൻ ടൈപ്സ്. അതിൽ ഒന്ന് മാത്രമായിരുന്നു ഗ്ലൂ ടൈപ്പ്, ബാക്കിയെല്ലാം കറക്ഷൻ ടൈപ്സ് ആയിരുന്നു. അപ്പോൾ ഇത് പല കളേഴ്സിൽ അവൈലബിൾ ആണ് കേട്ടോ. പിങ്കും പിന്നെ വേറെ ഏതൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എന്തോ പേർപ്പിൾ എടുത്ത്. എനിക്കെന്തോ പിങ്ക്, പണ്ടൊക്കെ പിങ്കിൻ്റെ ഫേവറേറ്റ് കളറായിരുന്നു. ഇപ്പം ഞാൻ അത്ര ഗേളിഷ് അല്ല എന്നല്ല, പക്ഷെ എനിക്ക് എന്തോ പിങ്ക് അങ്ങനെ വലിയൊരു താല്പര്യമില്ല ഇപ്പോൾ. പിങ്കിനേക്കാളും എനിക്ക് ഇങ്ങനത്തെ ബ്രൗണ്, ബേജ്, യെല്ലോ അങ്ങനത്തെ കളേഴ്സിനോടൊക്കെയാണ് താല്പര്യം. പിന്നെ അതിൽ ബ്രൗണും യെല്ലോ എൻ്റെ എസ്തറ്റിക്സിന് മാച്ചായ കളേഴ്സിൽ അവൈലബിൾ അല്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വാങ്ങാം. ഇതും ഒരു മൈൽഡ് ആയിട്ടുള്ളൊരു കളർ പോലെ ഉണ്ടല്ലോ, അപ്പോൾ അതായിരിക്കും ഞാനിത് ഓർഡർ ചെയ്തതെന്ന് വിചാരിക്കുന്നത്. കാരണം എനിക്കിപ്പോൾ ഓർമ്മ കിട്ടുന്നില്ല ഇതൊക്കെ എന്തുകൊണ്ടാണ് ഞാൻ ഓർഡർ ചെയ്തത് എന്നുള്ളത്. പൊതുവേ എന്തെങ്കിലും ഒരു സാധനം ഓർഡർ ചെയ്യുമ്പോൾ എനിക്കൊരു പർപ്പസ് ഉണ്ടാവാറുണ്ട്. ഇതൊക്കെ കുറേ കാലം മുമ്പ് ഓർഡർ ചെയ്തതുകൊണ്ട് ഇതൊക്കെ എന്തിനാണ് വാങ്ങിച്ചത്, എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്നുള്ളത് തന്നെ മറന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ബാബി പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ലഗേജിലൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം പൊളിച്ച് നിരത്തി ഇങ്ങനെ ഒക്കെ കൂടെ കൂട്ടി നിലത്ത് ഇങ്ങനെ ഇട്ടിട്ടൊരു ഫോട്ടോ വിട്ടുതന്നിട്ടുണ്ടായിരുന്നു എനിക്ക്. അപ്പോഴാണ് ശരിക്കും ഞാൻ അതെല്ലാം കണ്ട് എൻ്റെ കണ്ണ് തള്ളിപ്പോയതെന്ന് പറയില്ല. കാരണം ഞാൻ ആദ്യമായിട്ട് കാണുമായിരുന്നു, അത്രയും മാസങ്ങളായിട്ട് ആദ്യമായിട്ടാണ് അത് പൊട്ടിച്ച് എല്ലാം കൂടെ കാണുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര 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 ഒരു സന്തോഷം ഉണ്ടായിരുന്നു. നമ്മുടെ ഓം ശാന്തി ഓശാനലിൽ നസ്രിയ പറയുന്നുണ്ടായിരുന്നല്ലോ, അടിവയറ്റിൽ മഞ്ഞ് വീഴുന്നൊരു സുഖം എന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥ ആയിരുന്നു. കാരണം എനിക്ക് ബാക്കി എല്ലാ സാധനങ്ങളോടുള്ള ക്രൈസിനേക്കാളും കൂടുതൽ സ്റ്റേഷനറീസിനോട് ഭയങ്കര ഒരു ഇഷ്ടമാണ്. അപ്പം എനിക്ക് എന്തിന്, അതായത് ഞാൻ എന്തെങ്കിലും കയ്യിൽ ക്യാഷ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഒരു ഡ്രസ്സ് വാങ്ങിക്കണോ, ബാഗ് വാങ്ങിക്കണോ, ചെരുപ്പ് വാങ്ങിക്കണോ എന്നുള്ളതിനേക്കാളും മുമ്പ് ഞാൻ ഇതുകൊണ്ട് എന്ത് കളേഴ്സ് വാങ്ങിക്കാം, അല്ലെങ്കിൽ എന്തോ സ്റ്റിക്കേഴ്സ് വാങ്ങിക്കാം, അല്ലെങ്കിൽ എന്ത് ബുക്ക് വാങ്ങിക്കാം, അങ്ങനെ ഞാൻ ചിന്തിക്കുക. അപ്പോൾ ഇതെല്ലാം എനിക്ക് ഭയങ്കര ഭയങ്കര വിലപ്പെട്ട സാധനങ്ങളാണെന്ന് പറഞ്ഞില്ലേ. പിന്നെ ബ്ലാബ്ല അടിക്കുന്നതിൻ്റെ ഇടയിൽ ഞാനൊരു PET സ്റ്റിക്കേഴ്സ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു ഡെയ്സി തീമിൽ വരുന്ന സ്റ്റിക്കേഴ്സ് ആയിരുന്നു. പിന്നെ നേരത്തെ ഞാനൊരു നമ്മുടെ ജേർണൽ ക്ലിപ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഒരു ബേജ് കളറിലുള്ള. അപ്പോൾ അതിൻ്റെ ഒരു വൈറ്റിൽ വരുന്ന ഒരു ക്ലിപ്പും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ബാക്ക്ഗ്രൗണ്ടിൽ ഫണ്ണി എന്നുള്ള ക്ലിപ്പ് കണ്ടോ, അതിൻ്റെ ഒരു കളർ ചേഞ്ച് വൈറ്റും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു പൗച്ചും ഇത് എനിക്ക് എന്തോ ഇഷ്ടമായി. അതും കുറേ ക്രിയേറ്റേഴ്സിൻ്റെ കയ്യിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ്. ഇപ്പോൾ റീസെൻ്റായിട്ട് എനിക്ക് എന്തോ പൗച്ചസിനോടും കുറച്ച് ഇൻട്രസ്റ്റ് കൂടി വരുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ഒരു സംശയമുണ്ട്. ഇപ്പം എൻ്റെ കയ്യിൽ 3 പൗച്ചസാണ്. അതിൽ 2 ഇതുപോലെ വൈറ്റ് കളേഴ്സിൽ വരുന്നത്. അതിലൊന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു ഇത് പെർഫ്യൂംസ് അതിന് യൂസ് ചെയ്യുന്ന മിനി എന്താ പറയുക, ട്രാവൽ ഫ്രണ്ട്ലിക്ക് ആയിട്ടുള്ള ഒരു മിനി സ്പ്രേ ബോട്ടിൽ എന്ന് വേണമെങ്കിൽ പറയാം. അതും കുറേ ക്രിയേറ്റേഴ്സിൻ്റെ കയ്യിലുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ മിനിസോയിൽ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ അതുമേൽ സാൻഡ്രിയോ ക്യാരക്ടേഴ്സിൻ്റെ പിക്ചേഴ്സൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെന്തോ എനിക്ക് താല്പര്യമില്ല, ഇങ്ങനെ മിനിമലായിട്ടുള്ളത് തന്നെ വേണമെന്നുണ്ടായിരുന്നു. അങ്ങനെ വാങ്ങിച്ചത്. ഇത് 2 ഉണ്ടായിരുന്നു. ഒന്ന് ഞാൻ എൻ്റെ അനിയത്തേക്ക് കൊടുത്ത്. കാരണം ഈ സാധനങ്ങളെല്ലാം ഞാൻ ബാബിയുടെ വീട്ടിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് നേരെ എൻ്റെ വീട്ടിലേക്കാണ് പോയിരുന്നത്. അപ്പോൾ ഞാൻ അവൾക്ക് കൊടുക്കാതെ അതൊന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെയാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് അതിൽ കാണിച്ചില്ല. ഞാനതിൽ കാര്യമായിട്ട് വെള്ളം നിറക്കാനാണ് കേട്ടോ. കാരണം ക്ലാസ്സിൽ ഉറക്കം വരുമ്പോഴേ വെള്ളം കണ്ടിട്ട് ഇങ്ങനെ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാര്യമായിട്ട് വാങ്ങിച്ചത്. എനിക്കല്ലാണ്ട് ഇങ്ങനെ ഈ പെർഫ്യൂം അടിക്കുക അതിനോടൊന്നും അത്ര വലിയൊരിതില്ല. അടിക്കും, പക്ഷേ അതായത് പെർഫ്യൂം അങ്ങനെ ചിലർക്ക് പെർഫ്യൂമിനോട് ഒരു താല്പര്യം ഉണ്ടാവില്ല. എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല പെർഫ്യൂംസിനോട്. എനിക്ക് പെർഫ്യൂം നിറക്കാനാ തോന്നുന്നുണ്ട്, പക്ഷേ എനിക്ക് കാര്യമായിട്ട് വെള്ളം നിറക്കാനായിരുന്നു. പിന്നെ ഇതായിരുന്നു കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഫോൺ കേസസ്. ആ 2 കുറച്ച് ക്യൂട്ടായിട്ടുള്ള തീമിൽ വരുന്നതായിരുന്നു. അപ്പോൾ ഞാൻ അത് സെൻഡ് ചെയ്താൽ മതി, ബാക്കിയുള്ളത് അവിടെ തന്നെ നിന്നോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അതിലൊരു ഫ്രോഗിൻ്റെ മോഡൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ക്വാളിറ്റി കുഴപ്പമില്ല. മറ്റേ ഒരു ഡക്കിൻ്റെത് ഉണ്ട്, അത് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. അത് അതിനനുസരിച്ചുള്ള റേറ്റ് വരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഇതിലൊരു ബ്രഷ് കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ബ്രഷ് പോലത്തെ, അത് നമ്മളെ സ്റ്റെൻസിലുണ്ടല്ലോ, അപ്പോൾ സ്റ്റെൻസിലിൽ ഇങ്ക് അതുകൊണ്ട് ഇങ്ങനെ എന്താ പറയുക സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചതായിരുന്നു. അത് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്, പക്ഷെ അത് കുറച്ച് റേറ്റ് വരുന്നുണ്ട് നാട്ടിൽ. അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് അത് വാങ്ങിച്ചിട്ട് ഇങ്ങനെ ഇങ്ക് സ്പ്രെഡ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അതെന്തോ അത്ര സുഖകരമായ പരിപാടിയല്ല എനിക്കിങ്ങനെ തോന്നി. അപ്പോൾ ടിമുവിൽ റേറ്റ് കുറവായത് കണ്ടതുകൊണ്ട് ഞാൻ അങ്ങനെ വാങ്ങിച്ചേ. പിന്നെ ഒരു ടൈപ്പ് റൈറ്ററിൻ്റെ മോഡലിൽ വരുന്ന ഒരു ഫോട്ടോ ഹോൾഡർ ആയിരുന്നു കേട്ടോ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതും ഞാൻ ബാബിയുടെ അടുത്ത് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ആളതിൽ വെച്ചിട്ടുണ്ട്. ഇനി സ്പേസ് ഉള്ളതുകൊണ്ടായിരിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത് ബാൻഡേഡ് പോലെ യൂസ് ചെയ്യുന്ന ഒരു സാധനമായിരുന്നു. അതൊരു പാക്കായിരുന്നു കേട്ടോ, ഒരു 8-10 വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ ഞാൻ കൊടുത്തേക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 3 സാമ്പിൾസ് കൊടുത്തയച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് മൂഞ്ചി പോയിട്ടോ, ഞാൻ വിചാരിച്ച പോലെയല്ല, അത് ഒട്ടും തന്നെ ഇല്ല. പിന്നെ അവരെങ്ങനെയാണോ ഒട്ടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഈ 2 ടീസേഴ്സും, ഇതിൽ ആ പേർപ്പിളിൻ്റെ കൂടെ പിങ്കിൻ്റെ കൂടെ വേറൊരു ടീസറും കൂടെ ഉണ്ടായിരുന്നു. അതായത് ടീസറിൻ്റെ ആ സെറ്റിൽ ഒന്ന് നീണ്ട ടൈപ്പ് ഉണ്ടായിരുന്നല്ലോ, അതുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അതിനേക്കാളും ഇഷ്ടം ഇതായിരുന്നു. അപ്പോൾ ഞാൻ ബാബിയുടെ അടുത്ത് പറഞ്ഞു രണ്ടിനും ഈ 2 സാധനങ്ങൾ മാത്രം ആക്കിയിട്ട് സെൻഡ് ചെയ്താൽ മതി. ഇനി അടുത്തത് ഈ ഒരു ഗോസ്റ്റിൻ്റെ തീമിൽ വരുന്ന ഡസ്റ്റ് പ്രൊട്ടക്ടറാണ് കേട്ടോ. ഇത് ഫോണിൽ നമ്മൾ ഇങ്ങനെ ചാർജ് ചെയ്യുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ കുത്തി കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഫോൺ iPhone 15 Pro ആണ്. ഇത് C ടൈപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ C ടൈപ്പിൽ വരുന്ന അങ്ങനത്തെ ആട്ടോ വാങ്ങിച്ചത്. അതിൽ എല്ലാതും അവൈലബിൾ ആണ്. അതായത് ആൻഡ്രോയിഡും ഐഫോണിൻ്റെ ഒക്കെ അവൈലബിൾ ആണ്. അതിന് പിന്നെ വലിയ റേറ്റൊന്നും വരുന്നില്ലായിരുന്നു. ഞാൻ പിന്നെ എന്തോ കണ്ടപ്പോൾ ഒരു കൗതുകം എന്നുള്ള രീതിക്ക് അങ്ങനെ വാങ്ങിച്ചതായിരുന്നു. പിന്നെ ഇത് നിങ്ങൾ എല്ലാവരിലും കണ്ടിട്ടുണ്ടാവും, സ്റ്റിക്കർ ബുക്ക്. ഇത് ഞാൻ കുറേ ക്രിയേറ്റേഴ്സിൻ്റെ കയ്യിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് ഇങ്ങനെ വിചാരിച്ചതായിരുന്നു വാങ്ങിക്കണം. പിന്നെ വേറൊരു സ്റ്റിക്കർ ബുക്ക് എൻ്റെ കയ്യിലുണ്ട്, ഒരു ട്രാൻസ്പെറൻറ്റ് തീമിൽ വരുന്നത്. പക്ഷേ എനിക്കെന്തോ ഇതൊന്ന് വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു, അങ്ങനെ വാങ്ങിച്ചതായിരുന്നു. ഇതും അഫോർഡബിൾ ആയിരുന്നു. പിന്നെ വേറെ കളേഴ്സിൽ, അതൊരു എന്താ പറയുക പീക്കോ കളറിൽ അവൈലബിൾ ആയിരുന്നു. വേറെ കളേഴ്സ് അവൈലബിൾ ആണോ എന്നുള്ളത് എനിക്കിപ്പോൾ മൈൻഡിലില്ല. ഇതായിരുന്നു അതുപോലത്തെ വേറൊരു സ്റ്റിക്കർ ബുക്ക് കിട്ടും ഞാൻ ആദ്യം വാങ്ങിച്ചത്. ഇനി അടുത്തത് ഒരു കുക്കി കട്ടർ പോലത്തെ ഒരു സാധനമാണ്. ഇത് ബ്രെഡ് കട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. പക്ഷെ ഇത് ഞാൻ ചെയ്തപ്പോൾ മൂഞ്ചി പോയിട്ട് ചെറുതായിട്ട്. ഇനി ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കും. ഞാൻ ഒറ്റ ബ്രെഡിൽ വെച്ചിട്ടാണ് കട്ട് ചെയ്തത്. പക്ഷെ ഞാൻ പിന്നെ വീഡിയോ നോക്കിയപ്പോഴും അതിൽ 2 ബ്രെഡും കൂടെ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതങ്ങനെ കട്ട് ചെയ്ത് നോക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ലണ്ടനിൽ അവിടുത്തെ ബ്രെഡും നമ്മുടെ നാട്ടിലത്തെ ബ്രെഡും തമ്മിൽ വ്യത്യാസമുണ്ട്. അവിടുത്തെ ബ്രെഡ് കുറച്ചും കൂടെ നമ്മൾ കട്ട് ചെയ്താലൊക്കെ ഒരു വൃത്തിക്ക് നിൽക്കുന്ന ഒരു ബ്രെഡാണ്. ഇവിടുത്തെ ഇങ്ങനെ കുറച്ച് പൊടിഞ്ഞ് പോരുന്ന ഒരു ടൈപ്പ് ബ്രെഡാണ് നമ്മുടെ ഇന്ത്യയിൽ നല്ല ഞങ്ങളുടെ ഇവിടെയൊക്കെ കിട്ടുന്നത് കേട്ടോ. പിന്നെ ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഇനി ഇതൊരു ട്രാൻസ്പെറൻറ്റ് ആക്രിലിക് പെൻ ഹോൾഡറാണ്. അതിൻ്റെ മുമ്പ് ഞാനൊരു ക്ലിപ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ജേർണലൊക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ക്ലിപ്പാണ്, ഒരു ഓംലെറ്റിൻ്റെ ഡിസൈനിൽ വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആക്രിലിക് പെൻ ഹോൾഡറും. ഇതും കുറേ പേരുടെ ഡെസ്കിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതും ജേർണൽസിൽ ഇതിലൊക്കെ അവൈലബിൾ ആണ്. പക്ഷെ ഞാൻ വിചാരിച്ച ഡിസൈൻ ഇതല്ലായിരുന്നു കേട്ടോ. പിന്നെ അതിലുള്ള വേറെ ഡിസൈൻസൊന്നും എനിക്ക് ഇഷ്ടമായതുമില്ല. ഇതേ പിന്നെ എനിക്ക് ഇഷ്ടമായതുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ ഇത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഇതിന് റേറ്റ് ഉണ്ട് കേട്ടോ, 5 പൗണ്ടോ 4 പൗണ്ടോ എന്തോ ഉണ്ട്. അപ്പോൾ ഇതാണ് അത്. ഇത് മാത്രമായിട്ട് എൻ്റെ ഡെസ്കിൽ വെക്കുമ്പോൾ കുഴപ്പമില്ല. പക്ഷേ ഇത് കുറച്ച് വലുതാണല്ലോ, പിന്നെ കുറച്ച് ഹെവി ആയിട്ടുള്ള പോലെയല്ല ഡിസൈൻസ്, അത്ര മിനിമൽ അല്ലല്ലോ. അപ്പോൾ ഡെസ്കിൽ ഇത് വെച്ച് ഇതിൽ പെൻസും കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കുമ്പോൾ കുറേ സാധനങ്ങൾ ഇങ്ങനെ ഉള്ള പോലെ ഇങ്ങനെ തോന്നി എനിക്ക്. അപ്പോൾ ഞാനത് എൻ്റെ ഒരു വൈറ്റ് ഓർഗനൈസർ ഉണ്ട് ഡെസ്കിൽ, അതിൻ്റെ മുകളിലായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി അടുത്തത് ഈ ഒരു ജേർണൽ, ബൈൻഡർ ജേർണൽ. ഇത് ഞാൻ കുറച്ചുകൂടെ സൈസ് ചെറുതായിരിക്കുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഒരു A5 സൈസിലായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ ഇത് കയ്യിൽ കിട്ടിയപ്പോൾ അപാര വലിപ്പമായിരുന്നു. കുഴപ്പമില്ല, പക്ഷെ ഇതിൻ്റെ പേജസ് ഇല്ല, ഇങ്ങനെ ജേർണൽ മാത്രം. നേരത്തെ ഞാനൊരു വൈറ്റ് മിനി ബൈൻഡർ ജേർണൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിലും പേജസ് അവൈലബിൾ അല്ല, ജേർണലിൽ മാത്രം. പേജസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ സെപ്പറേറ്റ് പേജസ് വാങ്ങിക്കാൻ കിട്ടും അതിൽ. ഞാൻ പിന്നെ പേജസ് ഒന്നും വാങ്ങിച്ചിട്ടില്ലായിരുന്നു. ഇനി എൻ്റെ കയ്യിലുള്ള ഗിഫ്റ്റ് പേപ്പേഴ്സ് വെച്ചിട്ട് അതിലിട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി ഇതൊരു സ്റ്റിക്കർ സെറ്റാണ് കേട്ടോ. ഇതിൽ 50 പേജസ് വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ഒരുപാട് സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഇതിന് എത്ര റേറ്റ് എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. അത്യാവശ്യം ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. 3 കളേഴ്സിലായിട്ടാണ്, അതായത് മൾട്ടി കളർ, പിന്നെ ബ്രൗണ്, ബ്ലൂ, അങ്ങനത്തെ 3 കളേഴ്സിലായിട്ടാണ് വരുന്നത്. ഫസ്റ്റ് കുറച്ച് പേജസ് ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമ്മുടെ PET സ്റ്റിക്കേഴ്സ് പോലത്തെ മോഡലിലാണ് വരുന്നത്. പിന്നെ ലാസ്റ്റൊക്കെ എത്തുമ്പോൾ ഇതുപോലത്തെ വൈറ്റ് പേജസിൽ ഇങ്ങനെ കിസ് കട്ട് ചെയ്തിട്ടുള്ളത്, അതും ബ്രൗണും ബ്ലൂവും ഇങ്ങനത്തെ മൾട്ടി കളറായിട്ടാണ് വരുന്നത് കേട്ടോ. അത്യാവശ്യം ക്വാളിറ്റി കാര്യങ്ങളുണ്ട്. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു പ്രൊഡക്റ്റിൽ.
ഇനി അടുത്ത പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഒരു വാഷി ടൈപ്പിൻ്റെ സെറ്റും. ഇതെല്ലാം ഒരു ഗിങ്കാൻ പാറ്റേൺ മാത്രം കൊടുത്തയച്ചാൽ മതി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഭാബി എന്തോ അത് വെച്ചിട്ടുണ്ട്. ഇനി പാക്കറ്റൊക്കെ അൺബോക്സ് ചെയ്യേണ്ടി വരുമോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. അല്ലടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കെന്നൊക്കെ അൺബോക്സ് ചെയ്യണം, എനിക്ക് അതും എക്സ്പീരിയൻസ് ചെയ്യണം, ആ ഒരു ഹാപ്പിനെസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കാം. ഇനി അടുത്തത് സ്റ്റൈലസ് പെന്നാണ്. ഇതാണ് ഞാൻ ഈ ഒരു പുഡിങ്ങിൻ്റെ ഈ ഒരു ഹോൾഡറിൽ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതായിരുന്നു. കാരണം ബ്ലാക്ക് ആകുമ്പോൾ ഡെസ്കിനൊരു വൈബ് കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു വൈറ്റ് വാങ്ങിച്ചത്. ഇതിൽ ഈ ബ്ലാക്ക് അത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു. 250 രൂപ എന്താ വന്നിട്ടുണ്ടായിരുന്നത്. ഈ വൈറ്റ് ടിമൂന്ന് വാങ്ങിച്ചത് ഇതിന് 80 രൂപ 50 രൂപ അങ്ങനെ എന്തുമായിരുന്നു, 50 പെൻസാ തോന്നുന്നുണ്ട്. ആമസോണിൽ നിന്ന് വാങ്ങിച്ചത് മെറ്റൽ ബോഡിയാണ്, കുറച്ചുകൂടി നീളമുണ്ട്. ഇത് പ്ലാസ്റ്റിക് ബോഡിയാണ്, പിന്നെ നീളം കുറവാണ്. ഇനി കാണിക്കുന്നത് ഇനാമൽ പിൻസ് ആട്ടോ. നമ്മൾ ബാഗിലും പൗച്ചസിലൊക്കെ കുത്തി കൊടുക്കില്ലേ, അങ്ങനത്തെ ഇനാമൽ പിൻസ്. ഇത് ഒരു 4-5 സെപ്പറേറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ബോക്സ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് കൊടുത്തയച്ചിട്ടില്ലായിരുന്നു. ഈ 4-5 ആയിരുന്നു കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നത്. ആ ബോക്സ് ഞാൻ എൻ്റെ അനിയത്തിക്ക് വാങ്ങിച്ചതായിരുന്നു. അതിൽ ഒരുപാട് ഉണ്ടായിരുന്നു. അവൾ കുറേ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മൊത്തത്തിൽ കൊടുത്തേക്കുമ്പോൾ അറിയാലോ. അപ്പോൾ ഞാൻ ഇത് മതിയെന്ന് പറഞ്ഞ് ഇതൊരു 5-6 ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ തൽക്കാലം അവളുടെ അടുത്ത് പറഞ്ഞ് ഇതൊക്കെ വെച്ച് നീ അഡ്ജസ്റ്റ് ചെയ്യും, ഇനി അത് ആരെങ്കിലും ഇനി നാട്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ കൊണ്ടുവരാൻ പറയാം. അപ്പോൾ അതായിരുന്നു അത്. ഇനി ഇത് കുക്കി കട്ടേഴ്സാണ് കേട്ടോ. ഇത് കുക്കി കട്ടറായിട്ട് യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതിൽ. അപ്പോൾ അങ്ങനെ 2 കാര്യത്തിന് എന്നുള്ള രീതിക്ക് ഓർഡർ ചെയ്തതായിരുന്നു. ഇതിനും അത്യാവശ്യം 4 പൗണ്ടോ അങ്ങനെ എന്തോ വരുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇത് ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ അത്രയും സക്സസ്ഫുൾ ആയിട്ടില്ലായിരുന്നു. ഞാൻ കുക്കീസ് കാര്യങ്ങളൊന്നും ഉണ്ടാക്കാറില്ല, ഞാൻ ഫ്രൂട്ട്സ് കട്ട് ചെയ്യാന്നുള്ള രീതിക്കായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ട്രയൽ ചെറുതായിട്ട് മൂഞ്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂഞ്ചി. ഇനി ഞാൻ കാര്യമായിട്ടൊന്നുകൂടെ നോക്കിയിട്ട് ചെയ്ത് നോക്കണം, അപ്പോൾ സെറ്റാക്കുന്നുണ്ടാകുമായിരിക്കാം. അപ്പോൾ ഇത് സാൻഡ്രിയോ ക്യാരക്ടേഴ്സ് ആയിരുന്നു കേട്ടോ ഇതിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഇതിൽ 6 ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഈ ഇതിൽ വരുന്ന ഡിസൈൻസ്. ഇനി അടുത്തത് നമ്മുടെ റൈസ് റോളർ, അതിനെന്താണ് ഇതിന് പറയുന്നത്. ഇതും ഇങ്ങനെ കുറേ ക്രിയേറ്റേഴ്സ് ഇതിൽ കാണാം. അതായത് ഡെസ്കിന് മുന്നിൽ ഇരുന്നൊക്കെ ലഞ്ച് കഴിക്കുമ്പോഴിങ്ങനെ നമ്മുടെ ചോറുണ്ടല്ലോ അതൊക്കെ ഇതുപോലെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് കഴിക്കുന്നത് കാണാം. അപ്പോൾ അത് കണ്ട് എന്താ പറയുക, ഒരു ആഗ്രഹം തോന്നിയിട്ട് അങ്ങനെ ഞാൻ വാങ്ങിച്ചതായിരുന്നു. ഇതിൽ 4-5 ഷേപ്സ്, 2 സെയിം ഷേപ്പ് വരുന്നുണ്ട്. അതായത് ഒരു ത്രികോണം പോലത്തത്, പിന്നെ ഒരു ഹാർട്ടിൻ്റെ ഷേപ്പ്, പിന്നെ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ്, പിന്നെ ഒരു മിക്കി മൗസിൻ്റെ തല, അങ്ങനെ വരുന്നുണ്ടായിരുന്നു. പിന്നെ അതിൽ ഫുഡ് നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പൂണും, പിന്നെ അതിനൊരു ഇങ്ങനെ അടപ്പ് പോലെ ഉണ്ട്. അതൊക്കെ തോന്നുന്നു ഫുഡ് നല്ല ടൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണെന്ന്. അപ്പോൾ അതായിരുന്നു അത്. പിന്നെ ഇത് നമ്മുടെ വെജിറ്റബിൾ കട്ടറാണ് കേട്ടോ. അതായത് ക്യാരറ്റ്, കുക്കുംബർ അതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യുന്നത് കാണാം ഇതിൽ. അപ്പോൾ ഞാനും സാലഡ് കഴിക്കുന്ന ആളെ, ലൈക്ക് ഈ ക്യാരറ്റും ക്യൂക്കുംബറും പിന്നെ കുറച്ച് ചില്ലറ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് അങ്ങനത്തെ സാലഡൊക്കെ കഴിക്കാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വാങ്ങിച്ചിട്ട് അങ്ങനെ കട്ട് ചെയ്തിട്ടൊക്കെ കഴിക്കാമല്ലോ എന്നുള്ളത്. പിന്നെ അത് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ലായിരുന്നു കേട്ടോ. എനിക്ക് എന്തോ കണ്ടപ്പോൾ കുഴപ്പമില്ല, അത്യാവശ്യം ഷാർപ്പൊക്കെ ഉണ്ട് അതിൻ്റെ ആ ഒരു കട്ട് ചെയ്യുന്ന ഭാഗം. പിന്നെ അത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ലായിരുന്നു. ഇനി ഇത് ഒരു കുഞ്ഞു മിററാണ് കേട്ടോ. ഇത് നമുക്ക് ഫോണിൻ്റെ പിന്നിൽ ഒട്ടിച്ച് വെക്കാനും പറ്റും, അങ്ങനത്തെ, അതായത് ഒട്ടിക്കാനും പറ്റും, മിററായിട്ട് യൂസ് ചെയ്യാനും പറ്റും. പക്ഷെ എനിക്ക് പൊതുവെ ഇങ്ങനെ ഫോണിൻ്റെ പിന്നിൽ ഇങ്ങനത്തതൊന്നും ഒട്ടിക്കുന്നത് വലിയൊരു താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതങ്ങനെ യൂസ് ചെയ്യേണ്ട, അങ്ങനെ മിററായിട്ട് തന്നെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ച്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാനൊരു പോച്ചാക്കോടെ ഒരു എന്താ പറയുക ക്ലിപ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ അതുപോലത്തെ ഒരു ക്ലിപ്പ്, അതായത് നമ്മുടെ ഓംലെറ്റിൻ്റെ ഡിസൈനിൽ വരുന്നൊരു ക്ലിപ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ സെയിം മോഡലിൽ വരുന്ന വേറൊരു ക്ലിപ്പ്. പിന്നെ ഇത് നമ്മുടെ പോംപോംപോളിൻ്റെ ഒരു കീ ചെയിൻ ആയിരുന്നു കേട്ടോ. ഇത് ഞാൻ ഡെസ്കിൽ പെഗ് ബോർഡിൽ ഇങ്ങനെ ഇട്ട് വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിച്ചതായിരുന്നു. ഇനി അടുത്ത ഐറ്റം വന്നിട്ട് ഈ ഒരു പിന്ന്, അതായത് ഇനാമൽ പിന്ന്. ഇതിൽ അതെന്തൊക്കെ ഒരു മിനിമൽ ലുക്ക് പോലെ തോന്നി, അപ്പോൾ ഞാൻ അങ്ങനെ വാങ്ങിച്ചതായിരുന്നു. പിന്നെ ഇതും അതുപോലത്തെ വേറൊരു ഇനാമൽ പിന്നായിരുന്നു കേട്ടോ, AO പീപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള. അതും എനിക്കൊരു മിനിമൽ ലുക്ക് തോന്നി, അപ്പോൾ അതങ്ങനെ ഓർഡർ ചെയ്തതായിരുന്നു. അതിനൊന്നും വല്ലാണ്ട് റേറ്റ് വരുന്നില്ലായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ ബാഗ് ഒരു കൈൻഡ് ഓഫ് പീച്ച് കളറാണ്, അപ്പോൾ അതിലേക്ക് ഇങ്ങനത്തെ വൈറ്റൊക്കെ ആണെങ്കിൽ ഒന്നുകൂടെ മാച്ച് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ അടുത്തത് ഒരു ഇനാമൽ പിന്നായിരുന്നു, സ്ലീപ്പി ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അത് ഞാൻ വൈറ്റ് കളറായിരിക്കും എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കുറച്ചും കൂടി ഒരു ക്രീം കൈൻഡ് ഓഫ് കളറായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. കുഴപ്പമില്ല. പിന്നെ കുറച്ച് ഫേക്ക് നെയിൽസ് ആണ്. അതിൽ 3-4 സെറ്റ് ഫേക്ക് നെയിൽസ് മാത്രമേ നാട്ടിൽ കൊടുത്തിട്ടുള്ളൂ, ബാക്കി അവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഫേക്ക് നെയിൽസ്. എനിക്കെന്തോ ഞാൻ ബ്ലാക്ക് ഹെൻ ഇടാറുണ്ടായിരുന്നു, എനിക്ക് വിൻറ്റേജ് തീമിനോട് മാച്ച് ചെയ്തിട്ട് ചെയ്യാമല്ലോ എന്നുള്ളതിൽ ബ്ലാക്ക് ഹെൻ ഇടാറുണ്ടായിരുന്നു. ഇപ്പം എനിക്കെന്തോ ബ്ലാക്ക് ഹെൻ വല്ലാണ്ട്, അതായത് ഒരു മെനക്കെട്ട് പോലെ, ഇനിയിപ്പോൾ അതൊക്കെ ഇടണല്ലോ
പിന്നെ അത് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യണമല്ലോ, കഴുകി കളയണമല്ലോ, അത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ഇങ്ങനെ തോന്നുക. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫേക്ക് നെയിൽസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ കോണ്ടന്റ് ക്രിയേഷൻ്റെ ആ ഒരു ടൈമിൽ നമുക്കത് യൂസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ വാങ്ങിച്ചതായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ ഒരു 2 ബാൻഡ് ഐഡിൻ്റെ പോലത്തെ ഒരു സെറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിലുള്ള ഒന്നും കൂടെ ആയിരുന്നു അത്. അപ്പോൾ ഇത്രയൊക്കെ പ്രൊഡക്ട്സ് ആയിരുന്നു കേട്ടോ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ കുറേ കാര്യങ്ങളുണ്ട്, കുറേ കാര്യങ്ങളില്ല. എന്നാലും ഇത് അത്യാവശ്യം ലോങ് ആയി പോയിട്ടുണ്ട്. വീഡിയോ 33 മിനിറ്റൊക്കെ ഉണ്ട്. എൻ്റെ വീഡിയോസിൽ ഏറ്റവും ലോങ് ആയിട്ടുള്ള വീഡിയോ എൻ്റെ Q&A വീഡിയോ ആയിരുന്നു, 45 മിനിറ്റ്സ്. ഇത് രണ്ടാമതുള്ള വീഡിയോ ആയിരിക്കും, 33 മിനിറ്റ്സ്. പിന്നെ എന്നെ പോലെ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു.